ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ ഇത്. ഏകദേശം ഒരു 9:30 ആയിക്ക്. മക്കൾ ക്ലാസ് പോയിട്ടുണ്ട്. ഇന്ന് എക്സാം ആണ് കേട്ടോ അവർക്ക്. അപ്പോൾ ഉച്ചവരെ ഉണ്ടാവുള്ളൂ, ഉച്ചയ്ക്ക് വരും എല്ലാവരും. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ അവർ പോയതിന് ശേഷം മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ഇന്ന് ചെറുതായിട്ടൊരു ഗാർഡൻ സെറ്റിങ് നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, പെട്ടെന്നുണ്ടായ തീരുമാനം കേട്ടോ. അപ്പോൾ ആദ്യം തത്തുള്ള ടൈമിൽ തത്തക്കൂട്ടിൽ വെച്ചിരുന്നൊരു മുളയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ചുറ്റും കുറച്ച് 10 മണിയൊക്കെ നട്ടിട്ട് അത് ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു പണിയിലാണ് കേട്ടോ ഇപ്പോൾ. അതിൻ്റെ താഴെ കുറച്ച് ഭാഗം നിലത്ത് മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് എന്താ പറയുക, വെറുതെ വെച്ചിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ കുറച്ചൊന്ന് കൈക്കോട്ടുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴി കുത്തിയിട്ട് അതിൽ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ ചുറ്റും കിളച്ച് കൊടുത്തിട്ട് റൗണ്ടിലാണ് കേട്ടോ 10 മണി നട്ടു കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. 2 കളറിലുള്ള 10 മണിയാണ് കേട്ടോ നട്ടു കൊടുക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ അതേ ഉള്ളൂ. അപ്പോൾ ഇനി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ നട്ടു കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം മുളൻ്റെ ഉള്ളിൽ ഫുള്ള് മണ്ണ് ഫില്ല് ചെയ്തിട്ട് അതിൽ ഈ ഗ്രീൻ ഗ്രാസ് നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നട്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടി വേറൊരു പ്ലാന്റ് കൂടി നടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ താഴേക്ക് തൂങ്ങി നിൽക്കണം. അതിൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് കുറച്ച് ഉണ്ടായി കഴിഞ്ഞിട്ട് നട്ടു കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫാബ്രിക് പെയിൻറ്റ് ഉണ്ടായിരുന്നു, അതൊന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലെന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന്, വലിയ വൃത്തിക്കൊന്നുമല്ല ഉള്ളത്, ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 കളറിലുള്ളതാണ് ഉള്ളത്. നല്ല എന്താ പറയുക, മാച്ചായ കളറൊന്നുമല്ല ഉള്ളത്. അങ്ങനെ വെറുതെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കും. അധികം പൈസ ചിലവില്ലാത്ത രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്യാനാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എന്തായാലും സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓരോ സ്റ്റെപ്പായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് എന്തായാലും ചെയ്യൽ നടക്കില്ല. അപ്പം ചെടികൾ കിട്ടുന്നതിനനുസരിച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലത്തെ പണിയും നോക്കണ്ട, അകത്തെ പണിയും നോക്കണം, പുറത്തതും നോക്കണ്ട. അപ്പം എന്തായാലും ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കൽ നടക്കില്ല. അപ്പോൾ കിട്ടുന്നതിനനുസരിച്ച്, ചെടികൾ കിട്ടുന്നതിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഓരോന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഫുഡാക്കാൻ കേട്ടോ. ഇന്ന് ഉച്ചക്കത്തേക്ക് നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുക്കറിലാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. പിന്നെ ചിക്കനാണ് ഇന്ന് കറി വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതും വെക്കണം. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബോറാവണോന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഒന്ന് കമൻ്റ് ആക്കിട്ടോ എല്ലാവരും, വീഡിയോ കാണുന്നവരെന്തായാലും. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. കുപ്പിയിൽ ഇതുപോലെ വെള്ളം നിറച്ചിട്ട് നമ്മൾ അതിൻ്റെ മൂടിയിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന പോലെ നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അകത്തേക്ക് പോകണം. അതിന് മുമ്പ് ചോറിലിടാനുള്ള പട്ട പറിക്കുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പട്ട ഇല്ല, അപ്പോൾ ഞാൻ ലീഫാണ് ഇപ്പോൾ ചോറിലൊക്കെ ഇടൽ, പട്ടൻ്റെ ലീഫാണ് ഇടൽ. ഉപ്പാക്ക് കുളിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ പള്ളിയിൽ ഉപ്പ പെട്ടെന്ന് പള്ളിയിൽ പോകും. 11 മണിയൊക്കെ ആകുമ്പോൾ പള്ളിയിൽ പോകും. കുളിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതായിട്ട് വേണം ഫുഡാക്കാൻ. കറി അടുപ്പത്തു നിന്നാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. ചോറ് ഞാൻ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുക്കറിൽ വെച്ചാൽ ചോറ് നല്ല നന്നാവുള്ളൂ. അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ വേവ് കറക്റ്റ് ആവുകയില്ല. എങ്ങനെ വെച്ചാലും വേവ് കറക്റ്റ് ആവില്ല. ഞാൻ കുക്കറിൽ വെക്കുന്നത് അവർക്കൊക്കെ ഇഷ്ടം. അപ്പോൾ ഞാൻ അധികവും കുക്കറിൽ തന്നെ വെക്കൽ. ഇവിടെ എല്ലാവരും വരുമൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ വെക്കണമെങ്കിൽ അടുപ്പത്ത് വെക്കുന്നല്ലാണ്ട്, ഞങ്ങൾക്ക് മാത്രമാണെങ്കിൽ ഞാൻ അധികവും കുക്കറിലാണ് കേട്ടോ വെച്ചെടുക്കൽ. അപ്പോൾ കറി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഉപ്പാക്ക് ചായയൊക്കെ കൊടുത്ത് ഉപ്പ പള്ളിയിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി 12 മണിയൊക്കെ ആകുമ്പോഴേക്കിനും ശാലുവിനെ കൂട്ടിയിട്ട് എൻ്റെ ഉപ്പച്ചി വരും. മറ്റവർക്കും 12:30 വരെ എക്സാം ഉള്ളൂ. എല്ലാവരും ഒന്ന് ഉച്ചയ്ക്ക് ഉണ്ടാവും ഫുഡിന്. അപ്പോൾ മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ട് ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ചിട്ട് അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചോറ് കുക്കറിലേക്ക് ആക്കണം. അതിന് മുമ്പ് ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ മസാല കൂട്ടി വെക്കണം. വീഡിയോ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ നല്ല ആസ്വദിച്ചാണ് കേട്ടോ ഫുഡാക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ഫുഡാക്കുമ്പോഴൊക്കെ. എന്താണെന്നറിയില്ല, നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടല്ലേ ഫുഡാക്കുക, അതുകൊണ്ടാണോ എന്നറിയില്ല. നല്ലൊരു സന്തോഷമാണ് ഫുഡാക്കുമ്പോഴൊക്കെ. അങ്ങനെ ചോറടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം കേട്ടോ.
പിന്നെ ഒരു വിസിൽ വന്നാൽ മതി, അപ്പോഴത്തേക്ക് കറക്റ്റ് വേവാവും. ആ ടൈം കൊണ്ട് നമ്മൾ കറി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷാലും ഓൻ്റെ ഉപ്പച്ചിയും വന്നിട്ടുണ്ട്. പിന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒന്ന് ഉച്ചവരെയല്ലേ ക്ലാസ്സുള്ളൂ. എന്താ അറിയില്ല, കുറച്ചായിട്ട് ചെറുതായിട്ട് മടിയുണ്ടോ എനിക്ക് പോവാൻ. വരുന്ന ടൈമിൽ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ചള്ളാസ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചോറും ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയപ്പോഴത്തേക്കും മറ്റവർ രണ്ടാളും സ്കൂൾ വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഞാനൊക്കെ മുറ്റത്ത് ഇങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് മക്കളും മുറ്റത്തുനിന്ന് കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്ത് അവർ കളിക്കുന്നതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിറ്റായിരുന്നു കാണാൻ. ദിലുവിൻ്റെ സൈക്കിള് കുറച്ച് വലുതാണ്. അപ്പോൾ ഓൻ്റെ ഇരിക്കുന്ന സീറ്റ് കുറച്ച് പൊക്കി വെച്ചിട്ട് ശരിക്കും ഇരുന്ന് ഓടിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. കോമഡി ആയിരുന്നു കാണാൻ എന്തായാലും. അപ്പോൾ വൈകുന്നേരത്തേക്ക് പിന്നെ പാനിപൂരീൻ്റെ കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു വട്ടം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ താഴത്തെ കടയിൽ പോയിട്ട് പാനിപൂരി കിറ്റ് അല്ലാണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് തന്നെ പാക്കിലുണ്ടാവുമല്ലോ. പിന്നെ അതിൻ്റെ സോസും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്ത്, ചട്നിയൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഓൻ്റെ ഉപ്പച്ചീനോട് പറഞ്ഞപ്പോൾ കിറ്റാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരത്തേക്ക് അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് റെഡിയാക്കി എടുക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് അയക്കാനൊന്നും മറക്കരുത് കേട്ടോ. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഡെയിലി വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല, കണ്ടൻറ്റും കുറവാണ്. നമ്മൾ ഈ വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ ഇപ്പോൾ. എവിടെയും അങ്ങനെ എപ്പോഴും എവിടെയും പോകുന്ന ഫാമിലിയൊന്നും അല്ല കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇന്നലെ ഒന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. എന്താ ഇടുകയെന്ന് വിചാരിച്ച് എന്നും ഈ ഫുഡ് ഉണ്ടാക്കണത് തന്നെ ഇട്ടിട്ട് എല്ലാവരും വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും.